2025 ജൂൺ 24 തീയതിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ ട്രൈ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്നും സമയം കണ്ടെത്തിയേ പറ്റൂ. ഓരോ ദിവസവും നമ്മൾ ശ്രമിക്കുന്നതും നമുക്കുണ്ടാവുന്നൊരു കോൺഫിഡൻസ് അത് നമ്മുടെ ലൈഫിലെ വലിയൊരു മാറ്റമാണ്. ഇന്ന് ജൂൺ 24. ഇന്നത്തെ ചില ന്യൂസ് ഹെഡിങ്സ് ആണ്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ശതാബ്ദി ആഘോഷമാണ് ഇന്ന്. എവിടെയാണ്, ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്? 4 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഇന്ത്യ ആഫ്രിക്ക സ്മാരക സ്തംഭം ഇത് ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ഇതെവിടെയാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ലോകത്തിലെ 2ാമത്തെ വലിയ കരുതൽ ശേഖരമായി സ്വർണം മാറി. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ സ്വർണമാണെങ്കിൽ 1ാമത്തേതും 3ാമത്തേതും ഏതാണ്? ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ കറണ്ട് അഫേഴ്സ്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് സെന്റിനറി സെലിബ്രേഷൻ ഓഫ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ശ്രീനാരായണ ഗുരു ആൻഡ് മഹാത്മാഗാന്ധി. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശതാബ്ദി ആഘോഷം. ഇന്ന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ആ സംഭാഷണത്തിന്റെ 100ാമത്തെ വർഷം ഇന്ന് ഇത് ആഘോഷിക്കുകയാണ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ശതാബ്ദി ആഘോഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നത് ഏത് തീയതിയിലാണ്? 2025 ജൂൺ 24. ഇന്ന് ജൂൺ 24 ഡൽഹിയിൽ വെച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിന്റെ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയാണ്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപരമായ സംഭാഷണം ഏത് തീയതിയിലാണ് നടന്നത്? 1925 മാർച്ച് 12. ഈ കഴിഞ്ഞ മാർച്ച് 12-ാം തീയതി 100 വർഷം തികഞ്ഞിരുന്നു. അതായത് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ആ സംഭാഷണത്തിന്റെ ആ ദിവസം, അതിൻ്റെ ഒരു ശതാബ്ദി ആയിട്ടാണ് ഇന്ന് ജൂൺ 24-ാം തീയതി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡൽഹിയിൽ വെച്ച് ഈ ഒരു ആഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത്. 1925 മാർച്ച് 12-ന് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപരമായ സംഭാഷണം എവിടെയാണ് നടന്നത്? ശിവഗിരി മഠം. കേരളത്തിലെ ശിവഗിരി മഠത്തിൽ വെച്ചായിരുന്നു ആ ഒരു സംഭാഷണം നടന്നിട്ടുള്ളത്. മാർച്ച് 12-ാം തീയതി 1925 ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ആ ഒരു സംഭാഷണം. 1925 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും ഒരു സംഭാഷണം നടത്തി. അത് ഏത് വിഷയത്തെ കേന്ദ്രീകരിച്ചായിരുന്നു? വൈക്കം സത്യാഗ്രഹം, മതപരിവർത്തനം, അഹിംസ, തൊട്ടുകൂടായ്മ, നിർത്തലാക്കൽ. ഈ ഒരു 4 ഏരിയസിലായിരുന്നു. അതായത് വൈക്കം സത്യാഗ്രഹ, റിലീജിയസ് കൺവേർഷൻ, നോൺ വയലൻസ്, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഈ 4 ഏരിയസിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു 1925 മാർച്ച് 12-ാം തീയതി ശിവഗിരി മഠത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടത്തിയിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ആ ഒരു സംഭാഷണം. അതിൻ്റെ ശതാബ്ദി എന്ന രീതിയിലാണ് ഇന്ന് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതായത് ജൂൺ 24-ാം തീയതി ഡൽഹിയിൽ വെച്ച്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഡിക്ലെയർസ് ബൈപോൾ റിസൾട്ട് ഫോർ 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി അക്രോസ് 4 സ്റ്റേറ്റ്. 4 സംസ്ഥാനങ്ങളിലായി 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. കേരളത്തിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിൽ 4 സ്റ്റേറ്റിലായിട്ട് 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലാണ് ഈ ഒരു ഫലം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏത് പാർട്ടിയാണ് ഈ 5 സീറ്റിൽ ഏറ്റവും കൂടുതൽ നേടിയിട്ടുള്ളത്? കേരളത്തിൽ ആരാണ് ജയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 23-ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 4 സംസ്ഥാനങ്ങളിലായി എത്ര നിയമസഭാ മണ്ഡലങ്ങളുടെ ഫലം പ്രഖ്യാപിച്ചു? 5 നിയമസഭാ മണ്ഡലങ്ങൾ. ഇന്നലെയായിരുന്നു ഫലപ്രഖ്യാപനം. ഇതിൽ 5 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ 4 സ്റ്റേറ്റിലായിരുന്നു. ഗുജറാത്ത്, കേരള, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ. ഗുജറാത്തിൽ 2 സീറ്റും കേരളം, പഞ്ചാബ്, വെസ്റ്റ് ബംഗാളിൽ ഓരോ സീറ്റുകൾക്കുള്ള ഒരു മത്സരമായിരുന്നു. 2025 ജൂൺ 23-ന് ഫലം പ്രഖ്യാപിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ആരാണ് വിജയിച്ചത്? UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. UDFിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത് ആണ് ഇന്നലത്തെ ആ ഒരു ഫലപ്രഖ്യാപനത്തിൽ വിജയിച്ചിട്ടുള്ളത്. തൊട്ടുപുറകിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ആയിരുന്നു
ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യടൻ ഷൗക്കത്ത് ആയിരുന്നു. 2025 ജൂൺ 23 5 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് 2 സീറ്റുകൾ നേടിയ പാർട്ടി ഏതാണ്? ആം ആദ്മി പാർട്ടി. 5 റിസൾട്ടിലും AAPക്ക് 2 സീറ്റ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് ഗുജറാത്തിലും മറ്റൊന്ന് പഞ്ചാബിലാണ്. UDFന് കേരളത്തിൽ 1 സീറ്റ്, BJPക്ക് 1 സീറ്റ് ഗുജറാത്തിൽ. വെസ്റ്റ് ബംഗാളിലാണെങ്കിൽ TMCക്ക്, തൃണമൂൽ കോൺഗ്രസിന്, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 1 സീറ്റുമാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ആഫ്രിക്ക കമമറേറ്റീവ് പില്ലർ. ഇന്ത്യ ആഫ്രിക്ക സ്മാരക സ്തംഭം. എവിടെയാണ് ഇന്ത്യ ആഫ്രിക്ക സ്മാരക സ്തംഭം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 23 കെനിയയിലെ ടൈറ്റ ടവേറ്റ കൗണ്ടിയിലെ മൈൽ 27 ഇന്ത്യ ആഫ്രിക്ക സ്മാരക സ്തംഭം ഉദ്ഘാടനം ചെയ്തത് ഇന്ത്യയിൽ നിന്ന് ആരാണ്? രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ രക്ഷാ രാജ്യമന്ത്രിയാണ് സഞ്ജയ് സേത്ത്. ഇന്ത്യയിലെ രാജ്യരക്ഷാമന്ത്രി യൂണിയൻ മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ്. ഈ കഴിഞ്ഞ ജൂൺ 23 കെനിയയിലെ ടൈറ്റ ടവേറ്റ കൗണ്ടിയിലെ മൈൽ 27 ആണ് ഇന്ത്യ ആഫ്രിക്ക സ്മാരക സ്തംഭം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. രക്ഷാരാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് ആണ്. ഇന്ത്യയിലെ രക്ഷാ രാജ്യമന്ത്രിയാണ് സഞ്ജയ് സേത്ത്. ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് കെനിയയിലാണ്. 2025 ജൂൺ 23 ഏത് യുദ്ധത്തിൽ മരിച്ച സൈനികരെ അനുസ്മരിക്കുന്നതിനാണ് ഇന്ത്യ ആഫ്രിക്ക അനുസ്മരണ സ്തംഭം ചടങ്ങ് നടന്നത്? ഒന്നാം ലോകമഹായുദ്ധം ആ സമയത്ത് മരിച്ച സൈനികരെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ആഫ്രിക്ക അനുസ്മരണ സ്തംഭം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് രക്ഷാ രാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് ആണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയോടൊപ്പം ഇന്ത്യ ആഫ്രിക്ക അനുസ്മരണ സ്തംഭം ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത റിപ്പബ്ലിക് ഓഫ് കെനിയയുടെ പ്രതിരോധ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ശ്രീമതി റോസ്ലിൻഡ സോയ്ഫാൻ ടുയ EGH. കെനിയയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ഫോർ ഡിഫൻസ് ആണ് മിസ് റോസ്ലിൻഡ സോയ്ഫാൻ ടുയ. ഇവരും രക്ഷാരാജ്യമന്ത്രി ശ്രീ സഞ്ജയ് സേത്ത് ഒരുമിച്ചാണ് ജൂൺ 23 കെനിയയിൽ വെച്ച് ഇന്ത്യ ആഫ്രിക്ക കമമറേറ്റീവ് പില്ലർ അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് കെനിയയിലെ മൈൽ 27 ടൈറ്റ ടെവേറ്റ കൗണ്ടിയിൽ വെച്ചാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഗോൾഡ് ബിക്കംസ് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് റിസർവ്. ലോകത്തിലെ 2ാമത്തെ വലിയ കരുതൽ ശേഖരമായി സ്വർണം മാറി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കരുതൽ റിസർവ് ഏതാണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ 2ാമത്തെ വലിയ വിദേശ നാണ്യ കരുതൽ ആസ്തി ഏതാണ്? സ്വർണം. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്. ഈ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ള വിദേശ നാണ്യ കരുതൽ ആസ്തിയിൽ 2ാമത്തെ സ്ഥാനത്തേക്ക് സ്വർണം എത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് സ്വർണം ഏത് വിദേശ നാണ്യ കരുതൽ ആസ്തിയെ മറികടന്നു? യൂറോ 16%. ഇന്ന് മൊത്തത്തിലുള്ള ആ ഒരു കരുതലിൽ യൂറോയുടെ സ്ഥാനം 3ാം സ്ഥാനത്തേക്ക് എത്തി. 16% വിദേശ നാണ്യ കരുതൽ ആസ്തിയാണ് യൂറോയ്ക്കുള്ളത്. ആഗോള കരുതൽ ധനത്തിന്റെ 46% കൈവശം വയ്ക്കുന്ന വിദേശ നാണ്യ കരുതൽ ആസ്തി ഏതാണ്? US ഡോളർ. ലോകത്തിലെ വിദേശ നാണ്യ കരുതൽ ആസ്തിയിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ US ഡോളർ ആണെങ്കിൽ 2ാം സ്ഥാനത്താണ് ഗോൾഡ്, 3ാം സ്ഥാനത്ത് യൂറോ ആണ്. 46% ഗ്ലോബൽ റിസർവ് ആണ്, വിദേശ നാണ്യ കരുതൽ ആണ് US ഡോളറിനുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് 2024-25. ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് 2024-25 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ് നൽകിയിട്ടുള്ളത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ 2024-25 ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് നേടിയ സ്ഥാപനം ഏതാണ്? ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPBP. എല്ലാ വർഷം ഫിനാൻഷ്യൽ മിനിസ്ട്രി നൽകുന്ന ഒരു അവാർഡ് ആണ് ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ്. ഇതനുസരിച്ച് 2024-25 ഈ ഒരു അവാർഡ് നേടിയിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPBP ആണ്. സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ക്യാഷ് ലൈറ്റ് ഇടപാടുകൾ ലഭ്യമാക്കുന്നതിനുമുള്ള 2024-25 ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് നേടിയത് ആരാണ്? ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPBP. സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയും ക്യാഷ് ലൈറ്റ് ഇടപാടുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതലായിട്ട് അതിന് താല്പര്യം കാണിച്ച് അതിനെ പ്രോത്സാഹനം നടത്തിയിട്ടുള്ള
ഒരു ഓർഗനൈസേഷൻ ആണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക്. അതനുസരിച്ചാണ് ഫിനാൻസ് മിനിസ്ട്രി നൽകുന്ന ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് 2024-25 ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന് ലഭിച്ചിട്ടുള്ളത്. ധനമന്ത്രി നിർമ്മല സീതാരാമനിൽ നിന്നും സഹമന്ത്രി പങ്കജ് ചൗധരിയിൽ നിന്നും 2024-25 ഡിജിറ്റൽ പേയ്മെന്റ് അവാർഡ് ആരാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ആർ വിശ്വേശ്വരനും കമ്പനി ജനറൽ മാനേജർ ജി റായ് ബൻസൽ ഒരുമിച്ചാണ്. ഇപ്പോഴത്തെ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് ആർ വിശ്വേശ്വരൻ. ഇദ്ദേഹവും ഒപ്പം തന്നെ കമ്പനി ജനറൽ മാനേജർ ആർ റായ് ബൻസൽ എന്നിവർ ഒരുമിച്ചാണ് ഈ ഒരു അവാർഡ് സ്വീകരിച്ചത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഇൻ തായ്ലൻഡ്. തായ്ലൻഡിൽ ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ജൂൺ 17 മുതൽ ജൂൺ 22 വരെ ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2025 എവിടെയാണ് നടന്നത്? തായ്ലൻഡ്. ഈ കഴിഞ്ഞ ജൂൺ 17 മുതൽ ജൂൺ 22 വരെ ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് തായ്ലൻഡിലാണ്. ഇത് ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ്. 2025 ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ എത്ര മെഡലുകൾ നേടി? 27 മെഡലുകൾ. 4 സ്വർണം, 10 വെള്ളി, 13 വെങ്കലം. ഈ പ്രാവശ്യം ഇന്ത്യയുടെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒന്നായിരുന്നു ഇന്ത്യയുടെ പെർഫോമൻസ്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാളും വളരെ പെർഫോം ചെയ്യുന്ന ഒരു വർഷമായിരുന്നു 2025 ഈ ഏഷ്യൻ പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. ഇത് നടന്നിട്ടുള്ള തായ്ലൻഡിലാണ്. ഇതിൽ ഇന്ത്യക്ക് 4 സ്വർണം, 10 വെള്ളി, 13 വെങ്കലം ആണ് നേടിയിട്ടുള്ളത്. ബാഡ്മിന്റൺ മത്സരത്തിലാണ് ഈ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ലേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.